സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് ഇന്നതാണ് പ്രശ്നം എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഒരു സിസ്റ്റമിക് ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലാതെ അതായത് അച്ചടക്ക നടപടി നേരിടുന്നത് ഒരുപക്ഷെ ഡോക്ടർ ബി അശോകും പിന്നെ ഞാനുമായിരിക്കും IAS-നകത്ത്. വളരെ കോയിൻസിഡൻഷ്യലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ രണ്ടുപേർക്കും വന്നിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഈ അച്ചടക്ക നടപടികൾ മുഴുവനും ഞങ്ങൾ സംസാരിച്ചതിനോ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിനോ ഒക്കെയാണ്. ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല താനും, ആക്ച്വൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് മറിച്ചൊരു അഭിപ്രായം ആരും പറഞ്ഞിട്ടുമില്ല. അപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇപ്പം എൻ്റെ ബോസ് എൻ്റെ മിനിസ്റ്ററാണ് അല്ലെങ്കിൽ എൻ്റെ വകുപ്പ് സെക്രട്ടറിയാണ്. ആ സമയത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇവൻ പണിയെടുക്കുന്നുണ്ട്, രാവും പകലും പണിയെടുക്കുന്നുണ്ട്, റിസൾട്ട് കാണിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ദർസ് നോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. പക്ഷേ മിണ്ടാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് ടൂ മച്ചാണ്. അതൊരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്.